പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മൊബൈലിനോടുള്ള മടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അവർ വിട്ടുപോകണം. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് മനുഷ്യബന്ധങ്ങളുടെ തകർച്ച. ഇപ്പം ഞാൻ അടുത്ത ദിവസം ഒരാളെ പരിചയപ്പെട്ടു. അത് പറഞ്ഞാൽ ഞാൻ ഇന്നിവിടെ വന്ന് പറയാവുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും അതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വലിയ ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റിയെ അടുത്ത ദിവസം പരിചയപ്പെട്ടു, വലിയൊരു രാജ്യാന്തര വ്യക്തിത്വത്തെ. അദ്ദേഹം അവിചാരിതമായിട്ട് കോഴിക്കോട്ട് വന്നു. ആളാരാണെന്ന് വെച്ചാൽ ഒരു പുസ്തകം എഴുതിയ ആളാണ്. ജാപ്പാനിലെ ചില പ്രദേശങ്ങളിലെ മനുഷ്യന്മാർക്കൊക്കെ ദീർഘായുസാണ്, മിക്ക ആളുകൾക്കും പ്രായം. അതിനെക്കുറിച്ച് അവിടെ പോയി നിന്ന് വർഷങ്ങൾ പഠിച്ച് റിസർച്ച് നടത്തി ഒരു പുസ്തകം എഴുതിയ ഒരാൾ ലോകപ്രസിദ്ധനായി. ഈ പുസ്തകം എഴുതിയ ആള് ആർക്കും പരിചയമുള്ളതാണ്. ഇക്കിക്കായ്. ആ പുസ്തകത്തിന്റെ പേര് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇക്കിക്കായ്. എന്താണ് ഈ പുസ്തകത്തിലെ വിഷയം? ദീർഘായുസോടെ സമാധാനപരമായിട്ട് എങ്ങനെ ജീവിക്കാം. കുഴപ്പമില്ല, രോഗമില്ല, അല്ലലില്ല, അലട്ടലില്ല. 100 ചില്ലാൻ വയസ്സാണ് എല്ലാവർക്കും ആയുസ്. എൻ്റെ ജീവിതത്തിൽ ഈ മനുഷ്യനെ പരിചയപ്പെട്ടത് ഒരു അത്ഭുതമായിട്ട് സംഭവിച്ചു. ഞാൻ ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം പോലെ ഉണ്ടായൊരു സംഭവമായിട്ടാണ്, അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. നേരം വെളുത്ത് റബീഉൽ അവ്വൽ 12-ന് ഞങ്ങളുടെ നാട്ടിലെ മദ്രസയിലെ പരിപാടി നടക്കാൻ പോവാണ് ഉച്ചയ്ക്ക് ശേഷം. രാവിലെ ഞാൻ അതിൻ്റെ കമ്മിറ്റി വിളിച്ചു. അവരോട് സംസാരിച്ചപ്പോൾ നമ്മൾ വിളിച്ചു കൂട്ടുന്ന ഏത് കമ്മിറ്റി ആയാലും അത് എങ്ങനെയെങ്കിലും മദ്ഹുർ റസൂലായിട്ട് കലാശിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൽ. അപ്പോൾ റസൂലുള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മകളിലേക്ക് പോയി, മദ്ഹായി, സലാത്തായി, കമ്മിറ്റി യോഗം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എനിക്ക് പെട്ടെന്നൊരു ക്ഷണം വന്നു. ഈ പുസ്തകം എഴുതിയ ആൾ കോഴിക്കോട്ട് വരുന്നുണ്ട്. അദ്ദേഹം ഒരു സദസ്സിനോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളും അവിടെ വരണം. അങ്ങനെ ഞാൻ ആ സദസ്സിലേക്ക് പെട്ടെന്ന് പോകാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം 11 മണിക്കാണ് സംസാരിക്കുന്നത്. അത്ര വലിയ സദസ്സാണ്. ആ സദസ്സിൽ കുറച്ച് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ഗസ്റ്റുകൾ. സമയത്തിന് തുടങ്ങും കൃത്യം. അവനോട് എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞ് എത്തൂല. അപ്പം തന്നെ 11 മണി ആയിക്കണം. 11-നാണ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു നമ്മളങ്ങ് പുറപ്പെടുക, ബിസ്മില്ല. റോഡ് കയറി നോക്കിയപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും നാഷണൽ ഹൈവേയിൽ ഞാൻ കണ്ടിട്ടില്ല ഫ്രീ ആയ റോഡ്, വാഹനമില്ല റോട്ടിൽ. അത്ഭുതകരമായ രീതിയിൽ കോഴിക്കോട്ടെത്തി. ഞാൻ എത്തുമ്പോൾ ഇദ്ദേഹം സംസാരിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പം എന്നോട് സംഘാടകനായ മുഖ്യ സുഹൃത്ത് പറഞ്ഞു, വാട്ട് എ ടൈമിങ്, എത്ര കൃത്യമായിട്ടാണ് നിങ്ങൾ എത്തിയത്. ഇതൊക്കെ അവസാനം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ കഥയുടെ പൊരുൾ മനസ്സിലാവുള്ളൂ. അങ്ങനെ അദ്ദേഹത്തോട്, പ്രിയപ്പെട്ട കുട്ടികളെ, ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി കയറിയിരുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞ വാക്ക്, ദീർഘായുസ് ഉണ്ടാവാനുള്ള വഴി വയറിൻ്റെ മുഴുവൻ ഭാഗവും ഭക്ഷണം കഴിക്കരുത്. റബീഉൽ അവ്വലാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിൻ്റെ ഒരു സദസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ്. വൈകിട്ട് തിരിച്ചെത്തേണ്ടത് റസൂലുള്ളാഹിൻ്റെ സദസ്സക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എനിക്കോടനെ റസൂലുള്ളാഹിൻ്റെ ഹദീസ് ഓർമ്മ വന്നു. വയറിൻ്റെ 1/3 ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. പിന്നെ അദ്ദേഹം പറയാണ്, ഞാൻ കേൾക്കുകയാണ്, വിശപ്പ് അല്പം വയറ്റിൽ ബാക്കി വെച്ചുകൊണ്ടായിരിക്കണം ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയേണ്ടത്. അപ്പൊ പുണ്യ റസൂലിന്റെ ഹദീസ് വീണ്ടും ഓർത്തു, കണ്ണു നിറഞ്ഞു, ഹൃദയം നിറഞ്ഞു. വയറിൽ വിശപ്പ് ബാക്കി വെച്ചുകൊണ്ട് ഭക്ഷണത്തളികയിൽ നിന്ന് കൈ പിൻവലിക്കണം എന്നാണ് പുണ്യ റസൂല് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം എന്നെ സംസാരിക്കാൻ ക്ഷണിച്ചപ്പോൾ ഞാൻ ഈ ലോക പ്രശസ്തനായ ഗ്രന്ഥകാരന്റെ പേര് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മിസ്റ്റർ ഫ്രാൻസിസ്, അങ്ങേക്കറിയുമോ ഇത് പരിശുദ്ധ റസൂൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെയാണ് അങ്ങയുടെ പുസ്തകത്തിൽ ജപ്പാൻകാർ അനുവർത്തിക്കുന്നതായിട്ട് അങ്ങ് കണ്ടെഴുതിയിട്ടുള്ളത്.
ഞാനിപ്പോൾ ഓർക്കാൻ കാരണം അവരൊക്കെ ലോകത്തിൻ്റെ യാന്ത്രികത മടുത്ത് തനിമയിലേക്ക് വരികയാണ്.